എസ്ഐആറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എസ്ഐആറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സംശയങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ. ആദ്യം തന്നെ ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് പ്രായമായവരെയും അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ, അതുപോലെ തന്നെ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരെ BLO നേരിട്ട് വീട്ടിലെത്തി അവരുടെ വിവരങ്ങൾ ശേഖരിക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ BLOയെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വീടുകളിൽ വന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതാണ്. പിന്നെ രണ്ടാമതായിട്ടുള്ളത് പ്രവാസി മലയാളികളുടെ കാര്യമാണ്. അവർ വിദേശത്തുള്ളവർ ഹിയറിങ്ങിന് ഹാജരാകാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, അങ്ങനെയുള്ളവർ നമ്മുടെ നാട്ടിലുള്ള ബന്ധുക്കൾ ഹിയറിങ്ങിന് ഹാജരായാലും മതി. ഹിയറിങ്ങിന് ഹാജരാകേണ്ട സാധ്യത വന്നാലുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഹാജരാകേണ്ടി വരികയില്ല. ശരിയായ രീതിയിൽ രേഖകൾ ഹാജരാക്കുന്നവർക്ക് ഹിയറിങ്ങിന് ഹാജരാകേണ്ട കാര്യമില്ല. അല്ലാത്തവരാണ് ഹിയറിങ്ങിന് ഹാജരാകേണ്ടവരുണ്ടെങ്കിൽ നാട്ടിലുള്ളവർ ഹാജരായാലും മതി. ഇപ്പോൾ SIRൽ കരട് വോട്ടർ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചതിൽ ഒരു 19 ലക്ഷം ജനങ്ങളാണ് പുറത്തായിട്ടുള്ളത്. ഈ പുറത്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 2002 അവരുടെ ബന്ധുവായിട്ട് കണക്ട് ചെയ്യാൻ, അല്ലെ അവരുമായിട്ട് മാപ്പിംഗ് ചെയ്യാൻ സാധിക്കാത്തവരെയാണ് BLO നോട്ടീസ് മുഖാന്തരം ഹിയറിങ്ങിന് വിളിക്കുന്നത്. അത് വിളിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് മാപ്പ് ചെയ്യാൻ ഒരു രീതിയിലും മാപ്പ് ചെയ്യാൻ സാധിക്കാത്തവരെയാണ്. അല്ലാത്തവരുമായിട്ട് BLO കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ രേഖകൾ വാങ്ങിച്ചുകൊണ്ട് രണ്ടാമത് വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളിൽ പലരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഹിയറിങ്ങിന് ഹാജരാകേണ്ടവർക്ക് നോട്ടീസ് അയക്കും. ആ നോട്ടീസ് നിങ്ങൾ കൈപ്പറ്റി ഒരു ഫോം ഒപ്പിട്ട് BLOയ്ക്ക് കൊടുക്കുകയും ചെയ്യണം. ഒരെണ്ണം നിങ്ങളുടെ കൈവശം വെക്കണം. അതിൽ നിങ്ങളെ എഴുതിയിട്ടുണ്ടായിരിക്കും ഏത് ദിവസമാണ് നിങ്ങൾ ഹാജരാകേണ്ടതെന്നുള്ളത്. ആ ഹാജരാകേണ്ട ദിവസം നിങ്ങൾ എന്ത് രേഖയുമായിട്ടാണ് ഹാജരാകേണ്ടതെന്നും കൂടെ അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ആ രേഖകളുമായിട്ടാണ് നിങ്ങൾ ഹാജരാകേണ്ടത്. ഈ ഒരു ഹിയറിംഗ് സംബന്ധമായി ഒത്തിരി മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്. പലരും ഒത്തിരി കാര്യങ്ങളിൽ വളരെയധികം ദുഃഖിതരാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങളുമായിട്ടുള്ള ഡീറ്റെയിലുകൾ കറക്റ്റായിട്ട് അവർക്ക് ഒത്തുപോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ ഹിയറിങ്ങിന് വിളിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന രേഖയായിട്ട് ഹാജരായാൽ നിങ്ങൾക്ക് വീണ്ടും വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാവുന്നതേ ഉള്ളൂ. ജനുവരി 22 വരെയാണ് നിങ്ങൾക്ക് പുതിയ ഫോമുകൾ നൽകുവാനും അതുപോലെ തന്നെ തെറ്റുകൾ തിരുത്തുവാനുമുള്ള സമയം ഉള്ളത്. ആ 22 തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കരട് വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്ന തെറ്റുകളൊക്കെ നിങ്ങൾക്ക് തിരുത്തുവാനും സാധിക്കും. അതുപോലെ തന്നെ പുതിയതായിട്ട് ഫോം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുവാനും സാധിക്കും. അങ്ങനെയുള്ളവരെ ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക വരുന്നതിൻ്റെ അകത്ത് പേര് നിങ്ങളുടെ ഉണ്ടാവും. അല്ലാതെ പിന്നീട് നമ്മൾ 22 ശേഷമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ വരുന്ന തിരിച്ചറിയൽ കാർഡിൽ നിങ്ങളുടെ പേര് കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്തിനുള്ളിലുള്ളവരെ മാത്രമേ ഈ ഫെബ്രുവരി 21 വരെയുള്ള കരട് വോട്ടർ പട്ടികയിൽ, അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ പേരിലെ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഇനിഷ്യൽ വ്യത്യാസങ്ങൾ, വീട്ടുപേരിലെ തെറ്റുകൾ, അതുപോലെ തന്നെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ ചിലപ്പോൾ എഴുതി കൊടുത്തത് മലയാളത്തിലോട്ട് വന്നപ്പോഴുള്ള മിസ്റ്റേക്കുകൾ, നേരെ തിരിച്ചും വന്നിരിക്കുന്ന മിസ്റ്റേക്കുകൾ, ഇവയൊക്കെ നിങ്ങൾ ഫോം 8 ഉപയോഗിച്ചാണ് തിരുത്താൻ കൊടുക്കേണ്ടത്. ഈ തിരുത്താൻ കൊടുക്കുന്നത് നിങ്ങളുടെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിലേക്കായിരിക്കും കറക്റ്റ് ചെയ്ത് വരുന്നത്. ഇത് ഇലക്ഷൻ കമ്മീഷൻ അത് പാസ്സാക്കി അത് മാറ്റി നിങ്ങളുടെ ശരിയായ രീതിയിലുള്ള രേഖകളും കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത് മാറി അന്തിമ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ശരിയായ രീതിയിൽ വരും. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് യാതൊരു രേഖകളും കൈവശമില്ല, ആധാർ കാർഡ് മാത്രമേ കൈവശമുള്ളൂ എന്ന് പറഞ്ഞ് നിരവധി പേർ മെസ്സേജ് അയച്ചായിരുന്നു. അവർക്കുള്ളൊരു മറുപടിയാണ്, നിങ്ങൾ ആധാർ കാർഡ് മാത്രം മതി. നിങ്ങൾ ആധാർ കാർഡുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ ഹിയറിങ്ങിന് ഹാജരാകാൻ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ആധാർ കാർഡ് മാത്രം കൊണ്ടുപോവുക. അവിടെ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്, അതും കൂടെ കൂട്ടി ഫിൽ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് BLO അറിയിച്ചിരിക്കുന്നത്. മറ്റ് രേഖകളുടെ ആവശ്യം നിങ്ങൾക്ക് വരത്തില്ല. 1987 മുമ്പ് ജനിച്ചവർക്ക് അധികം രേഖകളൊന്നും കൈവശം കാണാൻ സാധ്യതയില്ല. നമ്മളിപ്പോഴുള്ള ആൾക്കാരുടെ കൈവശമൊക്കെ ഏകദേശം എല്ലാ രേഖകളും കാണും. ഈ പറഞ്ഞ 13 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കാണാതിരിക്കത്തില്ല. അല്ലാത്ത ആൾക്കാർക്കാണ് ഇങ്ങനെ രേഖകളൊന്നും ഇല്ലാത്തത്. പിന്നെ ഒരു രേഖയും, അതായത് ആധാർ കാർഡ് പോലും ഇല്ലാത്ത നിരവധി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചായത്തുകളിലായിട്ടും അതുപോലെ തന്നെ അക്ഷയ സെൻറ്റർ വഴിയും നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവർ നിങ്ങളെ സഹായിക്കുന്നതാണ്, ഒരു രേഖകളും കൈവശമില്ലാത്തവർ. പിന്നെ മറ്റൊരു മെസ്സേജ് എഴുതി അയച്ചിരുന്നത്,
അവർ രേഖകളെല്ലാം കറക്റ്റായിട്ടാണ് കൊടുത്തിരുന്നത്, എഴുതി കൊടുത്തിരുന്നതും കറക്റ്റായിരുന്നു. പക്ഷേ BLO സൈറ്റിൽ അപ്ലോഡ് ചെയ്തപ്പോഴുണ്ടായ മിസ്റ്റേക്ക് ആണെന്നും പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പരാതി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചായിരുന്നു. അത് ഇങ്ങനെ പരാതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് സൈറ്റിൻ്റെ കുഴപ്പമാണ്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായ മിസ്റ്റേക്കുകളാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ പരിഹരിക്കാനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട്. ഇപ്പോഴങ്ങനെ സംഭവിച്ചവർ അങ്ങനെ തെറ്റുണ്ടെന്ന് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഫോം 8 ഉപയോഗിച്ച് അത് തിരുത്താനുള്ള ഒരു ഫോമും കൂടെ കൊടുത്തിടുന്നത് നല്ലതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും വലിയ മിസ്റ്റേക്കുകൾ ഉള്ളവർ അത് പരിഹരിക്കാനുള്ള മാർഗം അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഒത്തിരി പേര് ഇതിൻ്റെ SIR-ഉമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയധികം വിഷമങ്ങളിലാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന രീതിയിലുള്ള മറ്റു വീഡിയോകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അർഹരായപ്പെട്ട വോട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും വോട്ടർ ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേര് വരും. ഈ പേര് വരാത്ത അവസാനത്തെ ആളെ പോലും പേര് ചേർക്കാൻ വേണ്ടിയാണ് ഞാനൊക്കെ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ വന്ന് പലരുടെയും രേഖകളൊന്നും കാണുവാനില്ലാത്തവരുണ്ട്. ഒരു രേഖ പോലും കൈവശമില്ല, വീടുകൾ പോലും മിക്കവരുടെയും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് കേരള ഗവൺമെൻറ് ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങിയിരിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ രേഖകളുടെ ഏതെങ്കിലും ഒരു രേഖ കണ്ടെത്തുവാനും ഒക്കെ നിങ്ങളെ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. വോട്ടർ ലിസ്റ്റിൽ പേരില്ലെന്നും കണ്ടുകൊണ്ട് നിങ്ങളെ ആരെയും ഇറക്കി വിടുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മളിത് കേരളമാണ്, അതുകൊണ്ട് ആ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അർഹരായപ്പെട്ട ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരാനുള്ള ശ്രമങ്ങൾ നടത്തും. എല്ലാവരെയും പേര് ചേർക്കാൻ വേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തെങ്കിലും രേഖകൾ ഹാജരാക്കി അവർ അർഹരാണെന്നുണ്ടെങ്കിൽ അവരെ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഒരു രേഖയും ഇല്ലാത്തവരെയാണെന്നുണ്ടെങ്കിൽ അയൽവാസികൾ മുഖാന്തരം നമ്മളെ പഞ്ചായത്ത് മെമ്പർ മുഖാന്തരമൊക്കെ നിങ്ങളെ ചേർക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പഞ്ചായത്ത് മെമ്പറെയും അതുപോലെ തന്നെ BLOയൊക്കെ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ കരട് വോട്ടർ പട്ടികയിൽ പേര് വന്നിരിക്കുന്നവർ എല്ലാവരും അത് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാവരുടെയും പേര് ശരിയാണോ, അതുപോലെ തന്നെ വീട്ടുപേര്, അതുപോലെ തന്നെ എപ്പിക് നമ്പർ, ഇവയെല്ലാം കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഫോം 8 ഉപയോഗിച്ച് നിങ്ങളൊരു അപേക്ഷ കൊടുത്തു വെക്കുക. അത് തിരുത്തി നിങ്ങൾക്ക് ഫെബ്രുവരി 21 വരുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ ശരിയായ രീതിയിൽ വരും. പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചറിയൽ രേഖകൾ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത്. അതിനുശേഷവും നമുക്ക് തിരുത്തൽ നടപടികൾ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അന്നേരപ്പോൾ നിങ്ങൾ ചെറിയൊരു ഫീസ് ഇതിന് കാണും. ആ ഒരു ഫീസ് അടച്ചുകൊണ്ട് വേണം അന്ന് നിങ്ങൾക്ക് തിരുത്തൽ പരിപാടികൾ നടത്താൻ വേണ്ടി. പിന്നീടും നമുക്ക് ഇതുപോലെ തന്നെ ഒരു സമയം തരും പുതിയതായിട്ട് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനും ഒക്കെ ആയിട്ടുള്ള. ജനുവരി 22 വരെ നിങ്ങൾക്ക് സമയമുണ്ട് പുതിയ വോട്ടർക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി. അത് ഒക്ടോബർ 1 വരെയുള്ള, ഇനി മുന്നോട്ട് ഒക്ടോബർ 1 വരെ ആകുന്ന 18 വയസ്സ് പൂർത്തിയാകുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോഴേ അപേക്ഷ കൊടുക്കാം. അവർക്ക് 18 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് തിരിച്ചറിയൽ രേഖകൾ പോസ്റ്റ് ഓഫീസ് വഴി വരുന്നതായിരിക്കും. 18 വയസ്സ് പൂർത്തിയായ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇപ്പോഴേ ഫോം കൊടുക്കാൻ വേണ്ടി അവരോട് പറയുക. പഴയ വോട്ടർമാർ, ഈ പഴയ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒത്തിരി പേർക്കും വോട്ടർ ID ഒന്നും ഇല്ല. അവരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വോട്ടർ ലിസ്റ്റിൽ ചേർക്കാവുന്നതേ ഉള്ളൂ, ബന്ധുക്കളെയൊക്കെ. അതുപോലെ തന്നെ മറ്റൊരു സംശയം ഒരാൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജായിട്ട് എഴുതിയിരുന്നത്. BLO അവരോട് ഫോൺ വിളിച്ച് രേഖകൾ ആവശ്യപ്പെട്ടു എന്നുള്ളത്. പക്ഷേ അവർക്ക് ലെറ്റർ മുഖാന്തരം ഒന്നും തന്നില്ല. അപ്പോഴത് ശരിയായ രീതിയിലാണോ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ നിങ്ങളുടെ രേഖകളിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് BLOയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ശരിയാക്കാവുന്ന കേസേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഒരു രേഖയും കൂടെ, ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് BLOയ്ക്ക് തന്നെ അത് ശരിയാക്കാവുന്ന കേസേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ BLO ഡയറക്റ്റ് വിളിച്ച് ചിലരുടെ രേഖകൾ തരുവാണെന്നുണ്ടെങ്കിൽ അവർ കയറ്റി വിടുന്നത്. ഹിയറിങ്ങിന് ഹാജരാകുക എന്ന് പറയുന്നത് ഒത്തിരി പേരെ ഹിയറിങ്ങിലോട്ട് വിടാതെ BLOയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള കേസുകളെല്ലാം തന്നെ അവർ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം കുറച്ച് കേസുകൾ മാത്രമേ ഓരോ ബൂത്തുകളിൽ നടക്കുന്നുള്ളൂ. ഒരു BLOയ്ക്ക് ഒരു 10,000 പേരൊക്കെ കാണുള്ളൂ, ഒരു 1,500 പേരൊക്കെ കാണുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു 2 or 3 അല്ലെങ്കിൽ ഒരു 10 കേസൊക്കെ വരത്തുള്ളൂ ഇതുപോലത്തെ ഹിയറിംഗ് കേസുകൾ. ഇതിനകത്ത് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഒരു രേഖയും ഒരു രീതിയിലും മാപ്പിങ്ങിന് പറ്റുന്നില്ലാത്തവരെ മാത്രമാണ് ഒരു ഹിയറിങ്ങിലോട്ട് വിടുന്നത്. അങ്ങനെ ഹിയറിങ്ങിന് വന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, അതിന് സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഹെൽപ്പ് ഡെസ്കുകൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. അവർ നിങ്ങളെ സഹായിക്കുന്നതാണ്. പുതിയ അപേക്ഷകൾ നൽകുവാനും തെറ്റുകൾ തിരുത്തുവാനും ഒക്കെ ആയിട്ട് നിങ്ങൾ voters.eci.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ വിവരങ്ങളൊക്കെ, പുതിയ അപേക്ഷകൾ കൊടുക്കേണ്ടതും അതുപോലെ തന്നെ തിരുത്തുകളൊക്കെ നടത്തുവാൻ വേണ്ടിയുള്ളതും. അതുപോലെ തന്നെ
ceo.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങളുടെ കരട് വോട്ടർ പട്ടികയുടെ വിവരങ്ങൾ എടുത്ത് പരിശോധിച്ചൊക്കെ നോക്കേണ്ടത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടേക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റിലോട്ട് എത്തുന്നതാണ്. അതിൽ നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇലക്ഷൻ്റെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കുമായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോകളിലൊക്കെ ചെയ്തപ്പോഴും മെസ്സേജ് അയച്ചതിനെല്ലാം തന്നെ ഞാൻ റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീണ്ടും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ റിപ്ലൈകളും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ മുതൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോടാണ്. അവർക്ക് നേരത്തെ മുതലേ കാണുന്നവർക്കറിയാം നമ്മൾ എന്ത് തരം വീഡിയോകളായിരുന്നു നേരത്തെ മുതൽ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ ഇലക്ഷൻ്റെ ഫോമിലോട്ട് മാറിയപ്പോഴത്തേന് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിരവധി പേരിങ്ങനെ ഈ ആ സമയത്ത് ഫോം ഫില്ല് ചെയ്യുന്നതിനെക്കുറിച്ച് ഒത്തിരി പ്രശ്നങ്ങളും അല്ലെ അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണം നമ്മളെന്നാൽ ഒരു ചാനലിലൂടെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ ചാനലിലൂടെ നമ്മൾ ആദ്യം ഈ ഫോം ഫിൽ ചെയ്യുന്ന വീഡിയോ ചെയ്തത്. പിന്നെ തുടർന്ന് അതിൻ്റെ സംശയങ്ങളും നിരവധി പ്രശ്നങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ തുടർച്ചയായിട്ട് പിന്നീട് വീഡിയോ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മളെ വർക്ക് കാര്യങ്ങളൊന്നും നമുക്ക് പിന്നീട് വീഡിയോ ഇടാൻ പറ്റാതെ വന്നത്. അപ്പോൾ അവരോടാണ് തിരിച്ച് വീണ്ടും നമ്മൾ പഴയ രീതിയിലോട്ട് വരും. ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേന് ഇപ്പോൾ ഒത്തിരി പേരെ നമ്മൾ സഹായിക്കേണ്ട ഒരു അവസ്ഥയാണ്. അന്നേരപ്പോൾ ആ സമയത്ത് നമ്മളത് തീർച്ചയായിട്ടും നമ്മളിങ്ങനെയുള്ള വീഡിയോകളും കൂടെ നമ്മുടെ ചാനലിനകത്ത് ഇനി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.